മൊഡ്യൂൾ 2 ഓഫ് ഫെയറി ടെയിൽ സ്റ്റഡീസ് ആണ് നോക്കുന്നത്. മൊഡ്യൂൾ 2-ലെ കുറച്ച് തിയറി പോർഷൻസ് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 2-നകത്ത് ഫെയറി ടെയിൽസിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് റോൾസ് അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ. അതായത് മെനി ഫെയറി ടെയിൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഹീറോ ക്യാരക്ടേഴ്സും കാണും, പാസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാണും. ആക്റ്റീവ് ആയിട്ടുള്ള ഹീറോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസ്, രാജകുമാരന്മാർ, നൈറ്റ്സ്, KNIGHTS. പാസീവ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ രാജകുമാരിമാർ, പ്രിൻസസസ്, അതുപോലെ തന്നെ മെയ്ഡൻസ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ആക്റ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവർ വേണം പാസീവ് ക്യാരക്ടേഴ്സിനെ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ജേർണിക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. ഇവർ പാസീവായിട്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് പാസീവ് ക്യാരക്ടേഴ്സിൻ്റെ. മെയിൽ ക്യാരക്ടേഴ്സാണ് യൂഷ്വലി ഡ്രാഗൺസിനെ കൊല്ലുന്നു, കേഴ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു, പാസീവ് ക്യാരക്ടേഴ്സിനെ റെസ്ക്യൂ ചെയ്യുന്നതൊക്കെ മെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ടു ബി റെസ്ക്യൂഡ്. ഫോർ എക്സാമ്പിൾ സ്ലീപ്പിംഗ് ബ്യൂട്ടി അല്ലെങ്കിൽ റാപ്പുൻസൽ പോലെയുള്ള ഫെയറി ടെയിൽസിനകത്ത് നമുക്ക് അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെയറി ടെയിൽ സ്റ്റീരിയോ ടൈപ്പ് ആണ് താണ്ട് ഈ ഒരു കാര്യം. ഏതാണ് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? യൂഷ്വലി ദേ ആർ വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ് ബൈ ദി പ്രിൻസ് അല്ലെങ്കിൽ ഹീറോസ് അല്ലെങ്കിൽ നൈറ്റ്സ്. അപ്പോൾ ഈ ഒരു ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്നുള്ള ഈ ഒരു ഐഡിയ ആണ് മോസ്റ്റ് എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഫെയറി ടെയിൽ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. പാസീവ് റോൾസ് എന്ന് പറഞ്ഞാൽ സിംബലൈസ് ചെയ്യുന്ന പ്യൂരിറ്റി, പേഷ്യൻസ് ആൻഡ് വിർച്യൂ ആണെങ്കിൽ ആക്റ്റീവ് റോൾസ് വളരെ സിംബലൈസ് ചെയ്യുന്ന കറേജ്, സ്ട്രെങ്ത് ആൻഡ് ഡോമിനൻസ് ആണ്. ചില ഫെയറി ടെയിൽസിൽ പാസീവ് എൻഡ്യൂറൻസ്, അതായത് സിൻഡ്രലയുടെ പേഷ്യൻസ് ആണ് അവരെ കല്യാണത്തിലോട്ട് അല്ലെങ്കിൽ മാരേജിലോട്ട് നയിച്ചത്. അതായത് രണ്ടാനമ്മയുടെ ക്രൂരതകളെല്ലാം സഹിച്ച് രാജകുമാരനെ കല്യാണം കഴിക്കാൻ സിൻഡ്രലയെ സഹായിച്ച വിർച്യൂ എന്ന് പറയുന്നത് അവരുടെ ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ചില ഫെയറി ടെയിൽസിനകത്ത് ഇങ്ങനെയുള്ള പാസിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പാസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നെന്താണ് ചില ഫെയറി ടെയിൽസിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേഴ്സ് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോറൽ കോൺട്രാസ്റ്റ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? ബ്രേവറി എന്ന് പറയുന്നത് ഒരു വലിയ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടും വിർച്യൂ എന്ന് പറയുന്നത് വളരെ പാസീവ് ആയിട്ടൊരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹീറോ എന്ന് പറയുന്നത് ഈസ് ഓഫൺ ഡിഫൈൻഡ് ബൈ ആക്ഷൻ, ഹീറോയിൻ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ബൈ വെയിറ്റിംഗ്, അല്ലേ? സ്ലീപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇംപ്രിസൺഡ് ആയിരിക്കും, അല്ലെങ്കിൽ കേഴ്സ്ഡ് ആയിരിക്കും. ഹീറോ എന്ന് പറയുന്നത് ഓൾവേസ് ഹീൽ ബി റെസ്ക്യൂയിങ് യു, അല്ലെങ്കിൽ ഓരോ ജേർണിക്ക് ഇറങ്ങുന്നു, അഡ്വഞ്ചറസ് ജേർണിക്ക് ഇറങ്ങുന്നു, ഫൈറ്റിംഗ് ഫോർ യു, അല്ലേ? ആ കേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു, അതൊക്കെ ഹീറോയുടെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ പാസീവ് ഹീറോയിൻസിനെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഫെയ്റ്റ് ആണ് മിക്കവാറും ഉള്ളതിനകത്ത്. ആൻഡ് അവരുടെ ഗുഡ്നെസ് എന്ന് പറയുന്നത് അവരുടെ സഫറിങ്ങിലൂടെ റിവീൽ ചെയ്യുന്നതാണ്. പാസീവ് റോൾസിനകത്ത് ഒരു സോഷ്യൽ ഒബീഡിയൻസ് നമുക്ക് കാണാൻ സാധിക്കും, എസ്പെഷ്യലി അത് വിമൻ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. ആക്റ്റീവ് റോൾസിനകത്ത് ഒരു ഇൻഡിപെൻഡൻസ് കാണാം, അത് എസ്പെഷ്യലി മെൻ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പം ഈ ഒരു കോൺട്രാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ആ ഒരു ജെൻഡർ എക്സ്പെക്ടേഷൻസിനെയാണ് കാണിക്കുന്നത്, ആ ഒരു ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പാസീവ് റോൾസ് അല്ലെങ്കിൽ പാസീവ് ക്യാരക്ടേഴ്സിന് ഓഫൺ ദേ ആർ ലിങ്ക്ഡ് വിത്ത് ബ്യൂട്ടി ആൻഡ് ഇന്നസെൻസ് കാണിക്കണം, അല്ലേ? ആക്റ്റീവ് റോൾസ് എന്ന് പറയുമ്പോൾ ഹീറോസിന് കണ്ണിങ് ആയിരിക്കും, ബ്രേവറി ആയിരിക്കും, ക്ലവർനെസ് ആയിരിക്കും. പിന്നെ ട്രിക്സ്റ്റർ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ട്രിക്സ്റ്റർ ഫിഗേഴ്സിനകത്ത്, അതായത് ഇങ്ങനെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കാണത്തില്ലേ, അവരെ ആക്റ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവർ നോബിൾ ക്യാരക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് അലാദീനകത്തൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്. പാസീവ് ഹീറോസ് എന്ന് പറയുമ്പോൾ പാസീവ് ഹീറോസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ യങ്ങസ്റ്റ് സൺസ്, അത് അവർ ഈ ചില സ്റ്റോറിക്കകത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സൺ ഭയങ്കര മിസ്റ്റീവിയസ് ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ ഫോർച്യൂണിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വിത്തൗട്ട് എനി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ്. അപ്പോൾ അത് അങ്ങനെ പാസീവ് ആയിട്ടുള്ള ഹീറോസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രോസൺ അല്ലെങ്കിൽ മോണ പോലെയുള്ള ടെയിൽസ്, ഡിസ്നിയുടെ ഒക്കെ ഇതുണ്ടല്ലോ, ആനിമേറ്റഡ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനകത്തൊക്കെ മോഡേൺ ആയിട്ട് ഒരു റീടെല്ലിംഗ് ആണ് നടത്തുന്നത്. അതായത് അവരുടെ അതിനകത്തുള്ള ഹീറോയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതെല്ലാം പാസീവ് ഒന്നുമല്ല, അവർ ആക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ച് ആണ്, അല്ലേ? ഒരു ഡിഫറൻസ് ആണ് കൊണ്ടുവരുന്നത്. ദെൻ ഇനി എന്താണെന്ന് വെച്ചാൽ ഗുഡ് ആൻഡ് ഈവിളിൻ്റെ ആ ഒരു ഡൈക്കോട്ടമിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗുഡ് ആൻഡ് ഈവിൾ ഡൈക്കട്ടമി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് പോലെ ഗുഡ് ആൻഡ് ഈവിൾ ക്യാരക്ടേഴ്സും എവിടെയുണ്ട് നമ്മുടെ ഫെയറി ടെയിൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫെയറി ടെയിൽസ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ആ ഒരു ഓപ്പോസിറ്റ്സിലാണ്. ഗുഡ് ആൻഡ് ഈവിൾ, ലൈറ്റ് വേഴ്സ് ഡാർക്ക്, അല്ലെങ്കിൽ ഹീറോ വേഴ്സ് വില്ലൻ, ഇതിലാണ്. അപ്പോൾ ഗുഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഫെയറി ടെയിൽസ് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗുഡ് ക്യാരക്ടേഴ്സ് മിക്കവാറും ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കും, കൈൻഡ് ആണ്, പ്യുവർ ആണ്.
പക്ഷേ ഫോർ എക്സാമ്പിൾ സ്നോ വൈറ്റ് അല്ലെങ്കിൽ സിൻഡ്രല്ല ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈവിൾ ക്യാരക്ടേഴ്സ് അഗ്ലി ആയിരിക്കും, ജലസ് ആയിരിക്കും, ക്രൂവൽ ആയിരിക്കും. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഇതിനകത്ത് വരുന്ന ദുർമന്ത്രവാദികൾ, വിച്ചസ്, പിന്നെ സ്റ്റെപ്പ് മദേഴ്സ് ഒക്കെ, അതൊക്കെ ഈവിൾ ക്യാരക്ടേഴ്സ് ആണ്. അവരെപ്പോഴും അഗ്ലി ആയിരിക്കും, ജലസ് എന്നുള്ള രീതിയിലാണ് പോർട്രേ ചെയ്യുന്നത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊറാലിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഗുഡ് വേർഡ്സ് ഈവിൾ മൊറാലിറ്റി, അത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ നമുക്ക് അതായത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് ക്യാരക്ടേഴ്സിന് ഒരു റിവാർഡ് പോലെ ലാസ്റ്റ് കിട്ടുന്ന എന്താ, മാരേജ്, വെൽത്ത് അല്ലെങ്കിൽ ഫ്രീഡം. ഈവിൾ ക്യാരക്ടേഴ്സിനെ ലാസ്റ്റ് പണിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡെത്ത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷനാണ്, അവർ ഈ ഗുഡിലോട്ട് മാറുന്നു. അപ്പോൾ ഫെയറി ടെയിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈവിൾ ക്യാരക്ടേഴ്സ് പതുക്കെ മാറി ഗുഡ് ആവുന്നത് വളരെ റെയർ ആയിട്ടേ കാണിക്കുന്നുള്ളൂ. ഈ വിക്കഡ് സ്റ്റെപ്പ് മദേഴ്സ് ആയിരിക്കും മിക്കവാറും ഉള്ളതിനകത്തൊക്കെ എല്ലാ സ്റ്റോറിയിലെ വില്ലന്മാരെന്ന് പറയുന്നത്. ഗുഡ് മദേഴ്സ് അല്ലെങ്കിൽ ഫെയറി ഗോഡ് മദേഴ്സ് എന്ന് പറയുന്നത് കൈൻഡ്നസ് ആൻഡ് നർച്ചറിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഗുഡ് ക്യാരക്ടേഴ്സ് ആവശ്യമില്ലാതെ ആദ്യം കിടന്ന് സഫർ ചെയ്യും, അവരുടെ ആ ഒരു സഫറിങ്ങിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. പക്ഷെ പിന്നീട് ടെമ്പററി ആയിട്ട് അതെല്ലാം അങ്ങ് മാറുന്നത് പോലെയാണ്. ഈവിൾ ക്യാരക്ടേഴ്സിന്റെ ക്രൂവൽറ്റി നല്ല രീതിയിൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. അവസാനം അവർക്കൊരു മോറൽ ക്ലാരിറ്റി കൊടുക്കുന്ന കണക്കാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഡൈക്കട്ടമി, അതായത് ഈ ഒരു ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, നമുക്ക് റിലീജിയസ് ആൻഡ് മോറൽ ട്രഡീഷനിലും റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. അതായത് ഹെവൻ, ഹെല്ല്, അതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിർച്യു അല്ലെങ്കിൽ സിന്ന്, അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും റിഫ്ലക്റ്റഡ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെസൺ ഇന്റേണലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ഗുഡ് വേർഡ്സ് ഈവിൾ എന്നുള്ള ഈ ഒരു ഇത് കൊണ്ടുവരുന്നത്. ഗുഡ്നെസ്സിന് എപ്പോഴും അവസാനം ഒരു റിവാർഡ് കിട്ടും, വിക്കറ്റ്നെസ്സിനെ അവസാനം പണിഷ് ചെയ്യും എന്നുള്ളത് ഈ ഒരു ഡുവലിസമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഈവിൾ വിച്ച് എന്നുള്ള ആ ഒരു ആർക്കിടൈപ്പിക്കൽ ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈവിൾ വിച്ച്. അതൊരു ആർക്കിടൈപ്പായിട്ട് മാറുവാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ വിമനോടുള്ളൊരു ഫിയർ ആണ് ഈ ഈവിൾ വിച്ച് കാണിക്കുന്നത്. പ്രിൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഒരു ഗുഡ് സേവിയർ ആണ്. അത് പേട്രിയാർക്കൽ ഹീറോയിസം ആണ് എപ്പോഴും കാണിക്കുന്നത്. ഓൾവേസ് മെൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതായത് മെന്നാണ് ഒരു ഗുഡായിട്ട്, അതായത് സേവ് ചെയ്യാൻ വരുന്നത് എന്നുള്ളൊരു ഒരു ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത്, പ്രിൻസ് എന്നുള്ളൊരു ക്യാരക്ടർ കാണിക്കുന്നത്. പക്ഷേ മോഡേൺ ടെയിൽസിനകത്ത് അല്ലെങ്കിൽ നമുക്ക് മോഡേൺ ആയിട്ടുള്ള സ്റ്റോറീസിനകത്ത് ഇപ്പോൾ ഈ റോൾസ് ഒക്കെ റിവേഴ്സ്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ഷ്രെക്ക് എന്നുള്ള ആ ഒരു ആനിമേറ്റഡ് സീരീസ് ഉണ്ടല്ലോ, ഷ്രെക്ക്, അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിക്കകത്തൊക്കെ ഓഗർ എന്നുള്ള ക്യാരക്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈവിൾ എന്നുള്ള രീതിയിലാണ് അല്ലേ. അതൊക്കെ വേറൊരു ടൈപ്പ് ക്രീച്ചറാണെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഗർസിനൊക്കെ നല്ല ഗുഡ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഗുഡ് വേർഡ്സ് ഈവിൾ എന്നുള്ള ഇത് കാണിക്കുന്ന വേറെ ഒരു ആനിമേറ്റഡ് സീരീസാണ് ഗ്രിം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോറൽ ടീച്ചിങ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഈ ഒരു ഗുഡ് വേർഡ്സ് ഈവിളിലൂടെ കാണിക്കുന്നത്. ഔട്ട്സൈഡേഴ്സ് എപ്പോഴും ഈവിളാണ്, റോയൽറ്റി എന്ന് വെച്ചാൽ ഗുഡാണെന്നും, പെസൻസ് എന്ന് പറയുന്നത് ഗുഡാണെന്നും, മോൺസ്റ്റേഴ്സ് ആൻഡ് വില്ലൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, അതും ഒരു എന്താ പറയുക, മോൺസ്റ്റേഴ്സ് ആൻഡ് വില്ലൻസ് ഫോർ എക്സാമ്പിൾ വൂൾഫ്, വിച്ച്, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫിയറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫെയറി ടെയിൽസിലുള്ള ജെൻഡേർഡ് റോൾസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ കാര്യങ്ങളൊക്കെ തന്നെ മെൻ എന്ന് പറയുന്ന ഹീറോസ് ആയിട്ടും അഡ്വഞ്ചറേഴ്സ് ആയിട്ടും റെസ്ക്യൂവേഴ്സ് ആയിട്ടും, വിമൻ എന്ന് പറയുന്ന പ്രിൻസസ് അല്ലെങ്കിൽ ഡാംസൽസ് അല്ലെങ്കിൽ മദേഴ്സ്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഓഫൺ പാസീവ് ആയിരിക്കും, ബ്യൂട്ടി ആൻഡ് ഒബീഡിയൻസ് ഉണ്ട്. മെയിൽ ക്യാരക്ടേഴ്സ് ആക്റ്റീവ് ആണ്, കറേജിയസ് ആണ്, അവർ ഈ ജേർണിക്കും അഡ്വഞ്ചറസ് ജേർണിക്കും ഒക്കെ പോകുന്നവരാണ്. ഈവിൾ ഫീമെയിൽ ഫിഗേഴ്സിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്, അവർ വിച്ചസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ്. പിന്നെ ഈവിൾ മെയിൽ ഫിഗേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഫെയറി സ്റ്റോറീസിനകത്ത് ഈവിൾ സ്റ്റെപ്പ് മദേഴ്സ് അല്ലെങ്കിൽ ഈവിൾ ഫീമെയിൽ ഫിഗേഴ്സ് ആണുള്ളത്. മെന്നിനെ യൂഷ്വലി പോർട്രേ ചെയ്തിരിക്കുന്ന കിങ്സ് അല്ലെങ്കിൽ പ്രിൻസസ് ആയിട്ടാണ്, സ്ത്രീകൾ വൈഫ്സ് അല്ലെങ്കിൽ മെറ്റേണൽ ഫിഗേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഒരു അമ്മ റോളിൽ. അപ്പം അതായത് പിന്നെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ക്രൂവൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ജലസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മദേഴ്സ് ആർ ഓഫൺ ആബ്സെന്റ് ആണ് മിക്കവാറും ഉള്ളതിനകത്ത്. പിന്നെ ഫെയറി ഗോഡ് മദേഴ്സ് എന്ന് പറഞ്ഞേ കാണിക്കത്തുള്ളൂ ക്യാരക്ടേഴ്സ്. പിന്നെ പവർ ഉള്ള വിമൻ, അതായത് ഈ വിച്ചൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഡേഞ്ചറസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മെൻ വിത്ത് പവറിനെ വൈസ് റൂളേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിയാണ് പ്രൈമറി വിർച്യൂ ഓഫ് വിമൻ എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്തും വിറ്റുമാണ്, അതായത് ഇന്റലിജൻസും ആണ് മെന്നിന്റെ പ്രൈമറി വിർച്യൂ എന്ന് പറയുന്നത്. വിമന്റെ ആക്ഷൻസ് എല്ലാം ലിമിറ്റഡ് ടു ഹൗസ് ഹോൾഡ് ടാസ്ക് ആണ്. മെന്നിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് കിങ്ഡം, വാർ ആൻഡ് ക്വസ്റ്റ് അല്ലെങ്കിൽ ജേർണിയിൽ അഡ്വഞ്ചറസ് ജേർണിയിലോട്ട് പോകുന്നു. സ്ത്രീകൾ ഐഡിയലൈസ് ചെയ്യുന്നത് ചേസ്റ്റിറ്റി അല്ലെങ്കിൽ ഒബീഡിയൻസ് ആണ്. അംബീഷനൊക്കെയാണ് ആർക്ക് ഐഡിയലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സിന് വെച്ചേക്കുന്നത്. സ്ത്രീകൾക്ക് കിങ്ഡം ആവാനോ അല്ലെങ്കിൽ അതായത് കിങ്ഡം റൂൾ ചെയ്യാനുള്ള അങ്ങനത്തുള്ള സ്റ്റോറീസ് ഒന്നും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല. മെയിൽ ഫിഗേഴ്സ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, സ്ത്രീകളെ സേവ് ചെയ്യുന്നത് അല്ലേ. ഫീമെയിൽ ഫിഗേഴ്സ് ആർ വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ മെൻ, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും. സ്ത്രീകളുടെ റോള് ടുവേർഡ്സ് ദി എൻഡ് എന്ന് പറയുന്നത് ഓഫൺ എൻഡ്സ് ഇൻ മാരേജിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. മെന്നിന്റെ റോളാണെന്നുണ്ടെങ്കിൽ അവർ പുതിയ കോൺക്വസ്റ്റിലോട്ട് പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ.
പിന്നെ ചില ഫെയറി ടെയിൽസ് ആയിട്ടുള്ള മുലാൻ എന്നുള്ളൊരു ചൈനീസ് ഫോക്ലോർ ഉണ്ട്. ആ ഒരു ഫെയറി ടെയിലിനകത്തൊക്കെ ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ, ബ്രേവ് അല്ലെങ്കിൽ മോണ എന്നുള്ള ആ ഒരു ആനിമേറ്റഡ് സീരീസിനകത്തൊക്കെ നമുക്ക് വേറെ രീതിയിലും പോർട്രേ ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ. അത് മറന്നു പോകരുത്. ഇനി കുട്ടികളെ എങ്ങനെയാണ് ഫെയറി ടെയിൽസിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പോൾ ചിൽഡ്രൻ ഇൻ ഫെയറി ടെയിൽസ്. കുട്ടികളെ സെൻട്രൽ ഹീറോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സ്നോ വൈറ്റ് എടുത്താലും ഹാൻസൺ ആൻഡ് ഗ്രീറ്റിലൊക്കെ എടുത്താലും ഇന്നസെൻസ്, പ്യൂരിറ്റി അത് കാണിക്കുന്നു. വളരെ വൾണറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലെയാണ്. അതായത് പെട്ടെന്ന് നമുക്ക് ഈവിളിലോട്ട് അല്ലെങ്കിൽ ഈവിളിനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കുട്ടികളെ കാണിച്ചിരിക്കുന്നത്. ഫെയറി ടെയിൽസിനകത്ത് കുട്ടികളെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് വാൺ ചെയ്യുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകരുത്, ഫോറസ്റ്റിൽ പോകരുതെന്നൊക്കെ. ആൻഡ് കുട്ടികൾക്ക് എപ്പോഴും ക്രൂവൽ ആയിട്ടുള്ള അഡൾട്ട്സിനെയാണ് കിട്ടുന്നത് അവരെ നോക്കാൻ. വിച്ചസ്, സ്റ്റെപ്പ് മദേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഫെയറി ടെയിൽസിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഈ ഓർഫൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഹീറോസ് മിക്കവാറും ഉള്ളതിനകത്തെല്ലാം ഓർഫൻസ് ആയിരിക്കും. അവർക്ക് അച്ഛനും അമ്മയൊന്നും കാണത്തില്ല. അവർക്കൊരു സഫറിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റാർവേഷനോ ഒരു കേഴ്സോ കാണും. ഒബീഡിയൻ ചിൽഡ്രന് ലാസ്റ്റ് ഒരു റിവാർഡ് കിട്ടും. അത് സിൻഡ്രലെ പോലെയുള്ള. ഡിസൊബീഡിയൻ ചിൽഡ്രനെ പണിഷ് ചെയ്യും. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിനകത്തുനിന്ന് ആ ഒരു ഫെയറി ടെയിലിനകത്തൊക്കെ അങ്ങനെയാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഡിസൊബീഡിയൻസിനെയൊക്കെ വാൺ ചെയ്തിട്ടാണ് വെക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ ഡിസൊബീഡിയൻസിനെയൊക്കെ വാൺ ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെ വരത്തുള്ളൂ. പിന്നെ ഹാൻസൽ ആൻഡ് ഗ്രീറ്റലിനകത്ത് ഹാൻസൽ ഒരു ക്ലെവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഫെയറി ടെയിൽസ് അതുപോലെ തന്നെ എന്താണ്, ചൈൽഡ്ഹുഡ് ഫിയേഴ്സിനെയൊക്കെ ഡ്രമാറ്റൈസ് ചെയ്ത് കാണിക്കും. ഫോറസ്റ്റ് എന്ന് പറയുന്നത് അൺനോൺ വേൾഡിനെ കുറിച്ചുള്ള ഫിയർ. വിച്ച് എന്ന് പറയുന്നത് അഡൾട്ട് ക്രൂവൽറ്റിയെ കാണിക്കുന്നു. വൂൾഫ് എന്ന് പറയുന്നത് പ്രിഡേറ്ററിനെ കാണിക്കുന്നു, അതായത് ഹണ്ടിങ്ങിനെ കാണിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ നല്ല എക്സാജറേറ്റ് ചെയ്ത് കുറച്ചാണ് കാണിക്കുന്നത്. പിന്നെന്താണ്, അവസാനം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി കുട്ടികളെല്ലാം അവരുടെ ഫാമിലീസിലോട്ട് തിരിച്ചു പോകുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ മാജിക്കൽ ഹെൽപ്പേഴ്സും കുട്ടികളെ അസിസ്റ്റ് ചെയ്യുന്നതായിട്ടോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ബ്യൂട്ടിയും ക്യാരക്ടറും തമ്മിലുള്ള ലിങ്കാണ്. അപ്പോൾ ബ്യൂട്ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അഗ്ലിനെസ് ആയിരിക്കും അവർക്കുള്ളത്. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഗുഡ്നെസ് എന്നാണ് ഫെയറി ടെയിൽസിൽ. സ്നോ വൈറ്റ് എക്സാമ്പിൾ. അഗ്ലിനെസ് എന്ന് പറയുമ്പോൾ ഈവിളിനെയാണ് കാണിക്കുന്നത്. വിച്ചസ്, ട്രോൾസ്, അതൊക്കെ. അപ്പോൾ ഫെയർ സ്കിൻ എന്നാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസിലാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അഗ്ലിനെസ് എന്ന് പറയുമ്പോൾ കറപ്ഷൻ ആൻഡ് എൻവി അല്ലെങ്കിൽ ജലസിയാണ്. ഏറ്റവും ഫെയറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല എന്താ പറയുക, നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഗേൾ ആണ് എന്നുള്ളൊരു വെപ്പാണ് ഈ സ്റ്റോറീസിനകത്തെല്ലാം ഉള്ളത്. വിക്കറ്റ് സ്റ്റെപ്പേഴ്സ് എപ്പോഴും ജലസ് ഓഫ് ബ്യൂട്ടി ആയിരിക്കും. ഹീറോസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സൈറ്റ് ഓഫ് ബ്യൂട്ടിയിലായിരിക്കും ദേ വിൽ ഫോൾ ഇൻ ലവ്. ഫിസിക്കൽ ബ്യൂട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഹീറോയിൻസിന്റെ. അഗ്ലി അല്ലെങ്കിൽ മോൺസ്ട്രസ് ഫിഗേഴ്സിനെ എന്താണ്, പിന്നെ അഗ്ലി അല്ലെങ്കിൽ അതായത് അഗ്ലി ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു കൈൻഡ് ഓഫ് മോൺസ്ട്രസ് ടൈപ്പ് ക്യാരക്ടറാണ് എന്നാണ് ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ബ്യൂട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റോറീസിൽ വിമന്റെ പവർ എന്ന് പറയുന്നത്. ഓൾഡർ വിമൺ ആണെന്നുണ്ടെങ്കിൽ അവർ ബ്യൂട്ടി ലൂസായി, അവർ ഡിമോണൈസ്ഡ് ആയി, അവർ വിച്ചസായി മാറുന്നൊക്കെയുള്ള രീതിയിൽ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഇന്നർ ബ്യൂട്ടിയെ കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് സിൻഡ്രല്ല എന്നുള്ള ഫെയറി ടെയിലിനകത്താണ്. സിൻഡ്രല്ലയുടെ കൈൻഡ്നെസ് അല്ലെങ്കിൽ പേഷ്യൻസ്. പിന്നെ വില്ലൻസ് എന്ന് പറയുന്നതും ചില സമയത്ത് ബ്യൂട്ടിഫുൾ ആവാറുണ്ട്, പക്ഷേ അവർ ഡിസെപ്റ്റീവ് ആണ്, ചതിക്കുന്നവരാണ്. സ്നോ വൈറ്റിനകത്ത് ആ സ്നോ ക്യൂൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ട്രൂ ബ്യൂട്ടി എന്ന് പറഞ്ഞാലും എന്നാലും എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ പ്യുവർ ആണ് അല്ലെങ്കിൽ ഇന്നസെന്റ് ആണെന്നുള്ള രീതിയിലാണ്. ബ്യൂട്ടിയാണ് മാരേജ് പ്രോസ്പെക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇവിടെയൊക്കെ. ഹീറോസിന് ബ്യൂട്ടിഫുൾ ആവണമെന്നോ അങ്ങനെ ഹാൻസം ആവണമെന്നൊന്നുമില്ല, അവർക്ക് ബ്രേവ് ആയാൽ മതി. വിമൺ ക്യാരക്ടേഴ്സിനാണ് ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വിമൺ ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് അവരുടെ ബ്യൂട്ടി ഉണ്ടോ എന്നാണ് നോക്കുന്നത്, പിന്നീട് അവരുടെ ക്യാരക്ടറിലോട്ട് പോത്തോളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ അഥവാ ബീസ്ലി ക്യാരക്ടേഴ്സ്, മെയിൽ ക്യാരക്ടേഴ്സിൽ ബീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അഗ്ലി ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവസാനം അവരെന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹാൻസം ആയിട്ട് മാറും, ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സീൻ കാണാം. അതാണ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റിനകത്ത് വരുന്നത്. പിന്നെ പക്ഷേ മോഡേൺ ഫെയറി ടെയിൽസിനകത്ത് മോഡേൺ സ്റ്റോറീസിനകത്ത് നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഷ്രേക്ക് എന്നുള്ള ആ ഒരു ആനിമേറ്റഡ് സീരീസിനകത്ത് ആനിമേഷനകത്ത് അഗ്ലിനെസ്, അതൊരു അഗ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പച്ച കളറിലാണ് അദ്ദേഹം, പക്ഷേ അതിൻ്റെ അഗ്ലിനെസ് ഒരിക്കലും ഈവിളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയും ഇപ്പം വ്യത്യാസങ്ങളും ഒക്കെ വരുത്തുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡുവാലിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ പവർ സ്ട്രക്ചർ ഇൻ ഫെയറി ടെയിൽസ്. അപ്പോൾ ഡുവാലിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ് മിക്കവാറും ഉള്ള ഫെയറി ടെയിൽസിന് സംഭവിക്കുന്നത്. അതായത് ഒരു മാറ്റം. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റിനകത്ത് ആ ബീസ്റ്റ് എന്നുള്ള ക്യാരക്ടറിന് ഒരു മാറ്റം. ആദ്യം ഭയങ്കര ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പിന്നീട് അവസാനം ഒരു മാറ്റം വരുവാണ് ചെയ്യുന്നത് ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ കാരണം. അപ്പോൾ ഡുവാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള മാറ്റവും വരും, മെൻ്റലി ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള മാറ്റങ്ങളും വരും.
അപ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നുകിൽ ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ ഫോംസിലോട്ട് പോകും. ആ ഒരു ഷിഫ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്നർ ഗ്രോത്തിനെയും കാണിക്കുന്നുണ്ട്. വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ പീപ്പിളിനെ ട്രാൻസ്ഫോം ചെയ്യും ഒരു പണിഷ്മെൻ്റ് ആയിട്ടുള്ള രീതിയിൽ. കേഴ്സസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഹീറോസിനാണെങ്കിലും ഹീറോയിൻസിനാണെങ്കിലും എന്തെങ്കിലും ഒരു ശാപം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആനിമൽ ഫോമിലോട്ട് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് സഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോഴായിരിക്കും ഒരു വെർച്വസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്ന് ഇവരെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് ബീസ്റ്റിന് കൈൻഡ്നെസ് ഉണ്ട്, വിച്ചസിന് ക്രൂവൽറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ റിവാർഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ലാസ്റ്റ് ബീസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസ്ലി ഫോമിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസ്ഫോർമേഷൻ എന്തുവാണ്? സ്റ്റോണിലോട്ട് പണിഷ്മെൻ്റ് ആയിട്ട് കല്ലായിട്ട് മാറുന്നതാണ് അവരുടെ പണിഷ്മെൻറ്റ്. ഇതാണ് ഇതിനകത്ത് ഡുവാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഹീറോസ് ആണെന്നുണ്ടെങ്കിൽ ബീസ്റ്റ് രൂപത്തിലാണെങ്കിൽ പ്രിൻസസിൻ്റെ രൂപം കിട്ടുന്നു ലാസ്റ്റ്. വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ അവർ കല്ലായിട്ട് മാറുന്നു പണിഷ്മെൻറ്റിൻ്റെ റിസൾട്ടോടുകൂടി. പിന്നെ മിക്കവാറും ഉള്ള ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് മാരേജിലോട്ടായിരിക്കും എല്ലാം കിടക്കുന്നത്. ആ ഫ്രോഗ് പ്രിൻസിൻ്റെ കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്തത് പവർ സ്ട്രക്ചറാണ്. പവർ സ്ട്രക്ചർ ഇൻ ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ ഫെയറി ടെയിൽസിനകത്തൊരു ഫ്യൂഡൽ സോഷ്യൽ സ്ട്രക്ചറാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഉണ്ട്, ക്യൂൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ പെസൻ ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ പെസൻസ് എന്ന് പറയുന്ന മാജിക്കിലൂടെ അല്ലെങ്കിൽ മാരേജിലൂടെ മാത്രമാണ് അവർ ലൈഫിൽ റൈസ് ചെയ്യുന്നത്. മാരേജ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞാൽ അതായത് റോയൽറ്റിയിലോട്ട് മാരേജ് കല്യാണം കഴിക്കുന്നത് കിങ്ങിനെയോ അല്ലെങ്കിൽ പ്രിൻസിനെയോ പ്രിൻസസിനെയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ് റിവാർഡ് എന്ന് പറയുന്നത്. കിങ്സിനെ ഓർഡർ ആൻഡ് ജസ്റ്റിസ് വെച്ചിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത് എപ്പോഴും. പവർ എന്ന് പറയുന്നത് അവരുടെ ഹെറിഡിറ്ററി ആണ്, അല്ലാതെ ഏൺ ചെയ്യുന്നതല്ല. ക്വീൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നർച്ചറിങ് ആയിരിക്കും, അതായത് മദർ ലൈക്ക് ഫിഗർ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ് അല്ലെങ്കിൽ ക്രൂവൽ ആയിരിക്കും. മാജിക്കാണ് ഈ പെസൻസിനെയൊക്കെ പോവേർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. വില്ലൻസ് എന്ന് പറയുമ്പോഴും എപ്പോഴും അവർ ഈ ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും. അതായത് വിച്ചസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വില്ലൻസ് അല്ലെങ്കിൽ ഓഗർസ്, എൽഫ് ഇവരൊക്കെയാണ് വില്ലൻസ് ആയിട്ട് കൂടുതൽ വരുന്നത്. പിന്നീട് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോസ് പവറിലോട്ട് കയറുന്നു ത്രൂ മാജിക്കൽ പവർ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്രിൻസ് എന്ന് പറയുന്നത് കോമൺ ത്രെറ്റിനെ എല്ലാം ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. കോമണേഴ്സ് സക്സീഡ് ചെയ്യണമെങ്കിൽ മാജിക്കൽ ഹെൽപ്പേഴ്സ് വേണം. അലാദീൻ്റെ ഒക്കെ പോലെ ജിന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴല്ലേ അലാദീൻ റിച്ച് ആവുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് പവർ കിട്ടുന്നത് ബ്യൂട്ടി അല്ലെങ്കിൽ മാരേജിലൂടെയാണ്. ആണുങ്ങൾക്ക് പവർ കിട്ടുന്നത്, മെയിൽ ക്യാരക്ടേഴ്സിന് പവർ കിട്ടുന്നത് കോൺക്വസ്റ്റ് അല്ലെങ്കിൽ മാജിക്കൽ പവർ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്. പിന്നെ ഫെയറി ഗോഡ് മദേഴ്സും ടെമ്പററി പവറൊക്കെ ഗ്രാൻഡ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. കുട്ടികളെ ഇതിനകത്ത് കാര്യം കാണിച്ചേക്കുന്ന പവർലെസ് ആയിട്ടാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ മാജിക്കൽ ക്യാരക്ടേഴ്സ് കാണും. സ്റ്റെപ്പ് പേരൻസിനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ പവർ അബ്യൂസ് ചെയ്ത് കുട്ടികളെ ഉപദ്രവിക്കുന്നവരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പവർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്സെപ്റ്റൻസ് ആൻഡ് വാലിഡൻസ് എന്ന് പറഞ്ഞ് വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അടുത്ത് നോക്കുന്നത്. അതായത് ഫെയറി ടെയിൽസിൻ്റെ ലാസ്റ്റ് ഒരു അക്സെപ്റ്റൻസ് എന്തുവാണ്? സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫെയറി ടെയിൽസിൻ്റെ ലാസ്റ്റ് തീരുമ്പോൾ അതായത് മാരേജിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാഡ് ക്യാരക്ടർ ഗുഡായി മാറുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു ബീസ്ലി ക്യാരക്ടർ പ്രിൻസ് തിരിച്ച് അവരുടെ പഴയ രൂപത്തിലോട്ട് പോകുന്നു. അപ്പോൾ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത്. ഫെയറി ടെയിൽസിൻ്റെ അവസാനം ഒന്നുകിൽ കല്യാണത്തിൽ തീരുന്നു, അല്ലെങ്കിൽ നല്ലവനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പന്ന ആളുകൾ കല്ലായിട്ട് മാറുന്നു, വേറെ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ. അപ്പോൾ സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് ഇവിടെ നടക്കുന്നത്. മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ്റെ വർത്തിനെ വാലിഡേറ്റ് ചെയ്യുന്നു. ഹീറോയിസം ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിൻ്റെ സ്ട്രെങ്ത് ആവശ്യമാണ്. ഗുഡ്നെസ് എന്ന് പറയുന്നത് അവസാനം എന്താണ്? വെൽത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഗുഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ. ബ്യൂട്ടിയാണ് മറ്റൊരു വാലിഡ് റെക്കഗ്നീഷൻ അല്ലേ. ഫെയറസ്റ്റ് ഓഫ് ഓൾ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നല്ല കുട്ടിയായിരിക്കും, നല്ല പെൺകുട്ടിയാണ് എന്നുള്ളൊരു രീതിയിൽ. അതുപോലെ തന്നെ ഈ വിച്ച് അല്ലെങ്കിൽ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പണിഷ്മെന്റ് കിട്ടുന്നു, അല്ലെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യുന്നു അല്ലേ. മിക്കവാറുമുള്ള സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുന്നത് വെഡ്ഡിങ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളിലാണ്, ട്രാൻസ്ഫോർമേഷൻസിലാണ് എൻഡ് ചെയ്യുന്നത്. ഒബീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ അവർക്ക് ഹാപ്പി എൻഡിങ് കിട്ടുന്നു, ഡിസൊബീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സഫറിങ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഹാപ്പി എൻഡിങ്ങിലാണ് കൂടുതലും ഫെയറി ടെയിൽസ് എൻഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ഈ വിച്ചസ് അങ്ങനെയുള്ള ഔട്ട്സൈഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വില്ലൻസ് ആയിട്ട് തന്നെ നിൽക്കത്തേ ഉള്ളൂ, അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുകയില്ല. ഇനി നോക്കാൻ പോകുന്നത് തിയറി പോർഷനിൽ തന്നെ ഹാൻസൽ ആൻഡ് ഗ്രീറ്റലിൻ്റെ സ്റ്റോറിയും നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ സ്റ്റോറിയുമാണ് നോക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ക്രിട്ടിക്കൽ എസ്സേസ് താഴോട്ട് പഠിക്കാനുണ്ട്. സോ വി നീഡ് ടു നോ ദ സ്റ്റോറി ഓഫ് ബോത്ത് ദീസ് എന്താ പറയുക ഫെയറി ടെയിൽസ്. ഫസ്റ്റ് വൺ ഹാൻസൽ ആൻഡ് ഗ്രീറ്റലാണ്. ഹാൻസൽ ആൻഡ് ഗ്രീറ്റൽ എന്ന് പറയുന്നത് ഒരു പുവർ വുഡ് കട്ടറിൻ്റെ കുട്ടികളാണ് ഹാൻസലും ഗ്രീറ്റലും. അവരുടെ സ്റ്റെപ്പ് മദർ അച്ഛനെ കൺവിൻസ് ചെയ്തിട്ട് അവരെ കളയാൻ പറയുവാണ് ഫോറസ്റ്റിൽ, ബിക്കോസ് ഫാമിലിക്ക് ഫുഡൊന്നുമില്ല. ഫസ്റ്റ് ടൈംസ് ഹാൻസൽ എന്ത് ചെയ്യാണ്, സീക്രട്ട്ലി
കുറച്ച് വൈറ്റ് പെബിൾസ് ഇങ്ങനെ ലീവ് ഔട്ട് ചെയ്യുവാണ്. അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി, അതായത് കൊണ്ട് കളയാൻ പോകുമ്പോൾ വീട്ടിൽ നിന്നേ അവർ കുറച്ച് വൈറ്റ് പെബിൾസ്, ഹാൻസൽ വളരെ ക്ലവറാണ്, വൈറ്റ് പെബിൾസ് ഇങ്ങനെ കാട്ടിലോട്ട് പോകുന്ന വഴി ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്, അതായത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ആൻഡ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. സെക്കൻഡ് ടൈം എന്താണ്, വീണ്ടും കൊണ്ട് കളയുവാണ്. ബ്രെഡ് ക്രംസ് ആണ് സെക്കൻഡ് ടൈം അവൾ ഹാൻസൽ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷേ ബേർഡ്സ് തിന്നുന്നു ആൻഡ് ദേ ഗെറ്റ് ലോസ്റ്റ്. അങ്ങനെ അവർ വുഡ്സിൽ ഫോറസ്റ്റിൽ വാണ്ടർ ചെയ്ത് നടക്കുവാണ്. അപ്പോൾ അവിടെ ഒരു ഹൗസ് കണ്ടു. ആ ഹൗസിൽ ബ്രെഡും കേക്കും ഷുഗറും ഒക്കെ കണ്ടു. അവരതെല്ലാം തിന്നാൻ തുടങ്ങി, സ്വീറ്റ്സ് എല്ലാം. ആ ഒരു ഹൗസിൽ ഒരു ഓൾഡ് വിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ആ വിച്ച് അവരെ വീട്ടിനകത്തോട്ട് കയറ്റുവാണ്. വളരെ വിക്കഡായിട്ടുള്ളൊരു വിച്ചാണ്, കുട്ടികളെ തിന്നുന്ന വിച്ചാണ്. അപ്പം ഹാൻസലിനെ കേജിനകത്ത് ലോക്ക് ചെയ്യുന്നു. ടു ഫാറ്റൻ ഹിം അപ്പ്, അതായത് ഫുഡ് കൊടുത്ത് ഫാറ്റ് ആക്കാൻ വേണ്ടി ഗ്രേറ്റലിനെ സെർവൻ്റ് ആക്കി മാറ്റുവാണ്. എവറി ഡേ ഹാൻസലിൻ്റെ ഫിംഗർ ഈ കുട്ടി ഇവള് ചെക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിച്ച്, അതായത് വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഹാൻസൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിരലിന് പകരം ഒരു തിൻ ബോണാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള വിച്ചാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പയ്യൻ കഴിക്കുന്നതൊന്നും ദേഹത്ത് പിടിക്കുന്നില്ല, അതായത് ഫാറ്റായി മാറുന്നില്ല. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ബോണാണ് എപ്പോഴും കൂട്ടിൻ്റെ പുറത്തോട്ട് വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. വൈറലാന്ന് പറഞ്ഞ് നമ്മുടെ വിച്ച് നോക്കുമ്പോൾ മെലിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ് വിച്ച് പോകുന്നത്, കാരണം ഷീ ഈസ് ബ്ലൈൻഡ്. ഫൈനലി വിച്ച് വളരെ ഇംപേഷ്യൻ്റ് ആയിട്ട് ഹാൻസലിനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. ഗ്രേറ്റലിൻ്റെ അടുത്ത് പറയുവാണ് അവനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറയുവാണ് കുക്കിങ്ങിന് വേണ്ടിയുള്ള. ഗ്രേറ്റൽ പ്രിറ്റൻഡ് ചെയ്യുന്നു ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ ഷീ ട്രിക്സ് എ വിച്ച് ഇൻ ടു ഷോയിങ് ഹെർ ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി അവൻ. അതായത് അവനകത്തോട്ട് എങ്ങനെ കയറണം എന്ന് ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ഗ്രേറ്റൽ എന്ത് ചെയ്യും, വിച്ചിനെ അതിനകത്തോട്ട് കയറ്റുവാണ്. ക്വിക്ലി ഗ്രേറ്റൽ എന്ത് ചെയ്യും, വിച്ചിനെ അതിനകത്തോട്ട് ഇടിച്ച് തള്ളിയങ്ങിടും. ആൻഡ് ദെൻ ഡോറ് സ്ലാം ചെയ്യും. ആ വിച്ച് അതിനകത്ത് കിടന്ന് ബേൺ ചെയ്യും ലൈവായിട്ട്. ഗ്രേറ്റൽ ഹാൻസലിനെ ഫ്രീ ചെയ്യുന്നു. എന്നിട്ട് അവർ വിച്ചിൻ്റെ ട്രഷറും എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ പോക്കറ്റ്സിലെല്ലാം ഫില്ല് ചെയ്ത് അവർ തിരിച്ച് വീട്ടിൽ പോകുന്നു. ക്രൂവൽ സ്റ്റെപ്പ് മദർ ആ ഒരു സമയം കൊണ്ട് മരിച്ചു പോയിരുന്നു. സോ അവർ ഫാദറുമായിട്ട് റീയൂണൈറ്റഡ് ആയി. അച്ഛൻ അയാളുടെ ആക്ഷൻസിൽ റിഗ്രറ്റ് ആവുന്നു. ഞാൻ ഇതാണ് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ. സ്റ്റെപ്പ് മദർ മരിച്ചു പോയി, അപ്പോൾ ആ ഒരു ക്രൂവൽറ്റി അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. വിച്ചും മരിച്ചു പോയി. ലാസ്റ്റ് അച്ഛൻ്റെ ആക്ഷൻസിൽ അച്ഛൻ വളരെയധികം റിഗ്രറ്റ്ഫുൾ ആകുന്നു. തെറ്റൊക്കെ പറ്റിയെന്നുള്ളത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. ഈ ഫാമിലി അവസാനമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെസൻ ഫാമിലിയാണ്. അവസാനം അവർ റിച്ചായി മാറുന്നു, ട്രഷർ കിട്ടി അവർ മാറുന്നു. അപ്പോൾ സ്റ്റോറി എന്തിനാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ വിക്കഡ് വിച്ചിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, കുട്ടികൾ ഹാപ്പി ആയിട്ട് അവരുടെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. നെക്സ്റ്റ് വൺ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ നമ്മൾ പല പേരിട്ട് വിളിക്കും, ബ്രയർ റോസ് എന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഒരു ലോങ് അവൈറ്റഡ് പ്രിൻസസ് ഈസ് ബോൺ ടു എ കിങ് ആൻഡ് ക്വീൻ. അതായത് കുട്ടികൾ ഉണ്ടാവാതിരുന്നൊരു കിങ്ങിനും ക്വീനും ഒരു പ്രിൻസസ് ഉണ്ടാവുന്നു. ഒരു ഗ്രേറ്റ് ഫീസ്റ്റ് അപ്പോൾ രാജാവ് ഓർഗനൈസ് ചെയ്യുവാണ്, സദ്യ പോലെ. ഫെയറീസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു, കുട്ടിയെ ബ്ലെസ് ചെയ്യാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണ് ഫെയറീസ്. ഒരു ഫെയറി ഒരു വിക്കഡായിരുന്നു. ആ ഫെയറി എന്ന് പറയുന്നത് ഷി വാസ് നോട്ട് ഇൻവൈറ്റഡ്. സോ വളരെ ദേഷ്യത്തോടെ അവിടെ അറൈവ് ചെയ്യുവാണ്. അങ്ങനെ പ്രിൻസസിനെ കേഴ്സ് ചെയ്യുവാണ്. അതായത് 15ാമത്തെ അല്ലെങ്കിൽ 16ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു എന്താ പറയുക ഫിംഗർ മുറിഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുന്നു. അനദർ ഗുഡ് ഫോർ ഫെയറി എന്ത് ചെയ്യും, ഈ കേഴ്സിനെ സോഫ്റ്റൻ ചെയ്യും. അതായത് ഡെത്തിനെ ഒരു ഡീപ്പ് സ്ലീപ്പ് ആക്കി മാറ്റും. 100 വർഷത്തേക്ക് ഉറങ്ങി. അതായത് ഈ ഒരു കേഴ്സ് മാറ്റിയിട്ട് വേറൊരു ഫെയറി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷത്തേക്ക് ഈ കുട്ടി ഉറങ്ങത്തേ ഉള്ളൂ, മരിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആക്കി കൊടുത്തു. അങ്ങനെ കിങ് എന്ത് ചെയ്തു, സ്പിന്നിങ് വീൽസ് എല്ലാം, അതായത് ഈ സൂചി കൊണ്ടാണ് കൈ മുറിയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പിന്നിങ് വീലെല്ലാം കളയാൻ വേണ്ടി, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കിങ് ഓർഡർ ചെയ്യുന്നു. ഒരുപാട് വർഷം പാസ്സാവുന്നു. അങ്ങനെ പ്രിൻസസ് എന്ത് ചെയ്യുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ട് മാറി. ആൻഡ് ഷീ ഈസ് ലവ്ഡ് ബൈ ഓൾ, ഷീ ഈസ് വെരി കൈൻഡ്. 15th ബർത്ത്ഡേയുടെ അന്ന് ഈ കുട്ടി ഒരു ടവറിൻ്റെ കീഴിൽ വാണ്ടർ ചെയ്യുവാണ്. അവിടെ വെച്ചൊരു ഓൾഡ് വുമൺ സ്പിൻ ചെയ്യുന്നത് കാണുന്നു. ക്യൂരിയസ് ആയിട്ട് ഈ കുട്ടി അതിനകത്ത് ടച്ച് ചെയ്യുന്നു, ഫിംഗർ മുറിയുന്നു. ഇമ്മീഡിയറ്റ്ലി ഷീ ഫോൾസ് ഇൻ ടു ദ ഡീപ്പ് സ്ലീപ്പ്. മരിക്കണം എന്നാണ് മറ്റേ ഫെയറി കേഴ്സ് ചെയ്ത്. പക്ഷേ ഇവർ വേറൊരു ഫെയറി വന്നിട്ടത് 100 years സ്ലീപ്പാക്കി മാറ്റി കൊടുത്തല്ലോ. അങ്ങനെ ഗുഡ് ഫെയറി എന്ത് ചെയ്തു, അപ്പം ഡീപ്പ് സ്ലീപ്പിൽ പോയി. ഗുഡ് ഫെയറി എന്ത് ചെയ്തു, കിങ്ങും ക്യൂനും സെർവൻ്റ് ആനിമൽസും എല്ലാത്തിനെയും എന്ത് ചെയ്യുകയാണ്, ഉറങ്ങട്ടെ എന്ന് പറയുവാണ്. സോ ദ പ്രിൻസസ് വിൽ നോട്ട് ബി എലോൺ ഉറക്കത്തിൽ. അപ്പോൾ തിക്ക് ഫോറസ്റ്റ് ഓഫ് തോൺസ് ഗ്രോ ചെയ്യുന്നു കാസലിനകത്ത്. വേൾഡിൽ നിന്നത് ഹൈഡ് ആവുന്നു. ഒരുപാട് രാജാക്കന്മാർ വന്നു ഈ കുട്ടിയുടെ അടുത്ത്. പക്ഷേ അവരെല്ലാം ഒന്നിക്ക് ട്രാപ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ആ തോൺസിനകത്ത് കയറി പെരിഷ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. 100 years ശേഷം ഒരു ബ്രേവ് യങ് പ്രിൻസ് വരുന്നു. തോൺസ് എല്ലാം ഫ്ലവർ ചെയ്തു, അതായത് ഫ്ലവറിങ് വൈൻസ് ആയിട്ട് കിടക്കുവാണ്. അങ്ങനെ കാസലിനകത്ത് കയറുന്നു. എല്ലാവരും ഉറക്കമാണെന്ന് കണ്ടുപിടിക്കുന്നു. പ്രിൻസസിനെ കാണുന്നു. ആൻഡ് ഈ ബ്യൂട്ടി കണ്ടിട്ട് ഈ പ്രിൻസ് എന്ത് ചെയ്യുവാണ്, പ്രിൻസസിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ സ്പെല്ല് ബ്രോക്കൺ ആവുന്നു. പ്രിൻസസ് എവേക്കൻ ആവുന്നു. ബാക്കി എല്ലാവരും എവേക്കൻ ആവുന്നു. പ്രിൻസും കൂടി ദേ ഫോൾ ഇൻ ലവ്. സൂൺ ആഫ്റ്റർ ദേ ആർ മാരീഡ് വിത്ത് ഗ്രേറ്റ് സെലിബ്രേഷൻ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്ന ഏതിനകത്താണ്, മാരേജിനകത്താണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്യുന്നു, കേഴ്സ് ബ്രോക്കൺ ചെയ്യുന്നു, കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് പാസീവ് ക്യാരക്ടറാണ് ഈ പ്രിൻസസ്, ഉറങ്ങുന്ന പ്രിൻസസ്. ആക്റ്റീവ് ക്യാരക്ടറാണ് നമ്മുടെ പ്രിൻസ് വന്ന് ഉമ്മ വെക്കുന്നു, ആ കേഴ്സ് ബ്രോക്കൺ ആവുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂൾ 1 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്.